ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാനും ദൈവവചനം കേൾക്കുവാനും ഒരിക്കൽ കൂടെ ലഭിച്ചതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഏകാഗ്രതയോടുകൂടെ നമുക്ക് ചേർന്നിരിക്കാം. കഴിഞ്ഞ കുറേയേറെ നാളുകളായി, എനിക്ക് തോന്നുന്നു 65-ാമത്തെ ക്ലാസ്സാണ് നാം ഇപ്പോൾ എടുക്കുന്നത്. പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം മുതൽ തുടർച്ചയായി നാം ചിന്തിച്ച് പോരുകയാണ്. ഞാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ക്ലാസ്സോടെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോടെ എടുത്ത് ഈ പഴയ നിയമം അവസാനിപ്പിക്കുവാൻ ആണ് ആഗ്രഹിക്കുന്നത്. വീണ്ടും പുതിയ നിയമം ഇതുപോലെ പഠിക്കണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ചിന്തിക്കണമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബൈബിളിലെ ഏതെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമോ പ്രത്യേക വിഷയമോ പഠിക്കണമെന്നുള്ള പ്രത്യേകിച്ച ഒരാഗ്രഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിച്ചാൽ അതനുസരിച്ച് ഞാൻ ക്രമീകരിച്ചു കൊള്ളാം. ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. നാം ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങനെ മുന്നോട്ട് വന്ന് ചില ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് മുൻപോട്ടും പുറകോട്ടും നോക്കി പഠിച്ച് ഈ പഠനം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ബൈബിളിനെ കുറിച്ച്, ബൈബിളിൽ പഴയ നിയമത്തിൽ ഏത് പുസ്തകം എടുത്ത് വായിച്ചാലും ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വായിച്ചാൽ, ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമുക്ക് സ്വന്തമായിട്ട് ബൈബിൾ പഠിക്കാൻ കഴിയും. സ്വന്തമായിട്ടിരുന്ന് ബൈബിൾ പഠിക്കുവാൻ തക്കവണ്ണം സഹായകമായ രീതിയിലാണ് നാം ചിന്തിച്ച് പോരുന്നത്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തോടും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പരിശോധിക്കുവാനും ഇതിലെ ആത്മീയ ആലോചനകൾ നമുക്ക് പ്രാപിക്കുവാനും തക്കവണ്ണം ആണ് നാം ക്രമീകരിച്ച് പോരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. ഇസ്രായേൽ ജനം, ദൈവജനം ബാബിലോണിലേക്ക് അടിമകളായി പോകുന്ന, അങ്ങനെ ബാബിലോന്യ അടിമത്തത്തിലേക്ക് യഹൂദ്യ കടന്നുപോകത്തക്കവണ്ണം എന്തെല്ലാമാണ് കാരണങ്ങൾ എന്നുള്ളത്, യഹൂദ്യയുടെ പാപങ്ങൾ, 6 പാപങ്ങൾ ദൈവവചനത്തിൽ കാണുന്നത് നാം ഓരോന്നോരോന്നായിട്ട് ചിന്തിച്ച് പോരുകയാണ്. ശലോമോന്റെ കാലശേഷം വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും രാജ്യം 2ആയി വിഭാഗിക്കപ്പെടുകയും വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അശൂര്യ രാജാവ് വന്ന് യുദ്ധം ചെയ്ത് കീഴടക്കി അശൂരിലേക്ക് കൊണ്ടുപോകുന്നു. വീണ്ടും തെക്കേ രാജ്യമായ യഹൂദ്യ ബാബിലോന്യ രാജാവായ നെബൂഖദ്നേസർ രാജാവ് വന്ന് യുദ്ധം ചെയ്ത് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നു. ബാബിലോന്യ അടിമത്തത്തിൽ 70 വർഷം അവരാകുന്നുണ്ട്. ആ കാലയളവിലാണ് ദാനിയേൽ പ്രവാചകനെല്ലാം ജീവിച്ചിരുന്നത്. ബാബിലോണിൽ അവരടിമത്തത്തിലായിരുന്ന കാലങ്ങൾ, ബാബേൽ നദികളുടെ തീരത്തിരുന്നവർ കരഞ്ഞതായ നാളുകൾ,
സിയോനെ ഓർത്ത് കരഞ്ഞതായ നാളുകൾ ദൈവം അവരെ സന്ദർശിക്കുകയും കോരസ് രാജാവിൻ്റെ മനസ്സ് ഉണർത്തി അവരെ വീണ്ടും യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. എസ്രായുടെ നേതൃത്വത്തിൽ, സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ആദ്യ ബാച്ച് വരുന്നു. എസ്രാ വരുന്നു, തകർന്നു കിടന്ന യെരുശലേം ദൈവാലയം പണിയുന്നു. വീണ്ടും നെഹമ്യാവ് വരുന്നു, തകർന്നു കിടന്ന യെരുശലേമിൻ്റെ മതിൽ പണിയുന്നു. അതോടുകൂടെ ആ കാലങ്ങളിലാണ് മലാഖി പ്രവാചകനൊക്കെ ജീവിച്ചിരുന്ന, ഹഗ്ഗായി, മലാഖി തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം ജീവിച്ചിരുന്ന പ്രവാചക ശുശ്രൂഷ നിർവഹിക്കുന്നത്, ജനത്തെ ധൈര്യപ്പെടുത്തുന്നത്. അതോടുകൂടെ പഴയ നിയമ ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. മലാഖി പ്രവാചകൻ്റെ കാലത്തോടുകൂടെ പഴയ നിയമ ചരിത്രം അവിടെ അവസാനിക്കുന്നു. തുടർന്ന് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജനനത്തെക്കുറിച്ച്, ജനനത്തോടെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. ഈ മലാഖി പ്രവാചകന്റെ കാലം മുതൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതായ യേശുക്രിസ്തുവിന് ജനനം വരെയുള്ളതായ കാലം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു 400 വർഷമുണ്ട്. ആ കാലയളവിനെക്കുറിച്ച് ബൈബിളിൽ നാം കാണുന്നില്ല. നിശബ്ദമാണ്. പ്രവാചകന്മാരില്ലാത്ത ഒരു കാലമാണത്. ആ കാലം കൂടി ഒന്ന് അല്പം ചുരുക്കമായി ആ കാലയളവിനെക്കുറിച്ച് കൂടെ ചരിത്രത്തിലൂടെ ഒന്ന് ചിന്തിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നോട്ട്സുകൾ, ഇതുവരെയുള്ളതായ നോട്ട്സുകളെല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കുകയും അത് ഒന്ന് സൂക്ഷിക്കുകയും ചെയ്യുക. ഇന്ന് നാം ചിന്തിച്ചു കൊണ്ടുപോകുന്നതായ ആ വിഷയം യഹൂദ്യയുടെ പാപങ്ങൾ. ബാബിലോണിലേക്ക് അടിമകളായി ദൈവജനം പോകുവാൻ തക്കവണ്ണം യഹൂദ്യയുടെ പാപങ്ങളായി 6 പാപങ്ങൾ നാം കാണുന്നുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ 36-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് നാം ആ സംഭവങ്ങളെല്ലാം കാണുന്നത്. അതിൽ 4 കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. യഹൂദ്യയുടെ പാപങ്ങളായി 6 പാപങ്ങൾ. 1, അവർ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ ജീവിച്ചു. അവർ ദൈവ ഇഷ്ടം ചെയ്തില്ല. 2, ദൈവദാസന്മാരുടെ ആലോചനയ്ക്ക് മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. 3, അവർ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി. 4-ാമത്തെ പാപം 2 നിവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം 14-ാം വാക്യം. പഴയ നിയമത്തിൽ 470-ാമത്തെ പേജ്. നമ്മൾ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ ഉപയോഗിക്കുന്നവർക്ക് പഴയ നിയമത്തിൽ 470-ാമത്തെ പേജ്. 2 ദിനവൃത്താന്തം 36-ന്റെ-14. ജനവും പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളിലെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരുശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിന് ദൂതന്മാരെ പരിഹസിച്ചു. യഹൂദ്യയുടെ പാപങ്ങൾ. പുരോഹിതന്മാരും ജനവും വളരെ മ്ലേച്ഛതകൾ ചെയ്തു. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും
ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. ദൈവജനം അടിമകളായി പോകുവാൻ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന ദൈവജനം, ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോന്നതായ ദൈവജനം, ദൈവത്തെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതായ ദൈവജനം, ദൈവം നടത്തിയ ദൈവജനം, ദൈവം സൂക്ഷിച്ച ദൈവജനം, ദൈവം കൂടെയിരുന്ന് ജയം നൽകിയ ദൈവജനം, പുരോഹിതന്മാരും ജനവും ജാതികളുടെ മ്ലേച്ഛതകൾ പോലെ, ജാതികൾ ചെയ്യുന്നതായ മ്ലേച്ഛതകൾ പോലെ വളരെ അകൃത്യം ചെയ്തു. നമ്മളുടെ കരുതലോടെ മുന്നോട്ട് പോകണം. ദൈവജനം അവരുടെ വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ ദുഷ്ടന്റെ കൈകളിൽ അകപ്പെടും, അടിമകളായി പോകേണ്ടി വരും, പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകും, പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകും. ഇസ്രായേൽ ജനം ബാബിലോനി അടിമത്തത്തിലേക്ക് പോകുവാനിടയായി. അക്കാലത്ത് ജനത്തിൻ്റെ നടപ്പ്, പുരോഹിതന്മാരുടെ നടപ്പ്, അവരുടെ ജീവിതവും നടപ്പും പ്രവൃത്തിയും ചിന്തയും ഒക്കെ ദൈവത്തിൻ്റെ മുമ്പാകെ വളരെ മ്ലേച്ഛമായതായിരുന്നു. ദൈവം ജീവിതത്തെ തൂക്കി നോക്കുന്നവനാണ്. കൂട്ടായ്മയിൽ വരുന്ന ഓരോ ദൈവവിതലിനെയും തൂക്കി നോക്കുന്നവനാണ് ദൈവം. ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളെ തൂക്കി നോക്കുന്നവനാണ് ദൈവം. ദൈവവചനം പറയുന്നവരെ തൂക്കി നോക്കുന്നവനാണ് ദൈവം. ജനത്തെയും ജനത്തെ നടത്തുന്നവരെയും തൂക്കി നോക്കുന്നവനാണ് ദൈവം. അവൻ നമ്മെ തൂക്കി നോക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ തുലാസിൽ നാം തൂക്കി നോക്കപ്പെടുമ്പോൾ നാം കുറവുള്ളവരായി കാണാൻ ഇടവരരുത്. ഒരിക്കൽ ബേൽസസർ രാജാവിനെ ദൈവം തൂക്കി നോക്കി. കൽദയ രാജാവായ ബേൽസസറിനെ ദൈവം തൂക്കി നോക്കി. ദൈവസന്നിധിയിൽ അവൻ കുറവുള്ളവനായി കണ്ടു. ഒരു കൈപ്പത്തി അയച്ച് ഭിത്തിയിൽ എഴുതി, മേനെ മേനെ തെക്കേൽ ഊഫർസീൻ, ദൈവം നിന്നെ തൂക്കി, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ ദേശം ഞാൻ ശത്രുവിൻ്റെ കയ്യിലേൽപ്പിക്കാൻ പോവുകയാണ്. ഓർക്കണം, ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽസസർ കൊല്ലപ്പെട്ടു. ദൈവം തൂക്കി നോക്കുന്ന ഒരനുഭവമുണ്ട്. എന്നെയും നിങ്ങളെയും, ഞാൻ മാറിയെന്നുണ്ടല്ലോ പറയുന്നത്, എന്നെയും നിങ്ങളെയും സ്വർഗത്തിൻ്റെ തുലാസിൽ തൂക്കി നോക്കുമ്പോൾ നാം കുറവുള്ളവരായി കാണുമോ? നമ്മുടെ വാക്കുകളെ അവൻ തൂക്കി നോക്കും, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അവൻ തൂക്കി നോക്കും, നമ്മുടെ നടപ്പിനെ അവൻ തൂക്കി നോക്കും, നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും നമ്മുടെ എല്ലാം അവൻ തൂക്കി നോക്കും. ജീവിതത്തെ സ്വർഗത്തിൻ്റെ തുലാസിൽ തൂക്കുമ്പോൾ കുറവുള്ളവരായി കണ്ടാൽ വളരെ ഗൗരവമുള്ളതായൊരു വിഷയമാണ്. ദൈവസന്നിധിയിൽ കുറവുള്ളവരായി കണ്ടു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം യെരമ്യാ 23:11. യെരമ്യാവ് 23:11. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. എൻ്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവാചകനും പുരോഹിതനും ദൈവത്തിൻ്റെ ആലയവും എല്ലാം വഷളായിരിക്കുന്ന ഒരു കാലം വന്നു. ദൈവം ആ ജനത്തെ ന്യായം വിധിച്ചു, ബാബിലോനിലേക്ക് അടിമകളായി പോകുവാനിടയായി. പുരോഹിതന്മാരും ജനവും വളരെ മ്ലേച്ഛതകൾ ചെയ്തു. അഞ്ചാമത്തെ കാര്യം, 2 ദിനവൃത്താന്തം 36:16. അവർ ദൈവദൂതന്മാരെ, അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ചു. യഹൂദ്യയുടെ പാപങ്ങൾ. അഞ്ചാമത്തെ പാപം, അവരോ
ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ചു, പ്രവാചകന്മാരെ നിന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ? ആരാണ് പ്രവാചകന്മാർ? ദൈവദൂതന്മാർ എന്ന് പറയുന്നവർ ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ ദൂതറിയിക്കുന്നവരെയാണ്. ദൈവദൂതന്മാർ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നവർ, സ്വർഗത്തിൻ്റെ ആലോചന അറിയിക്കുന്നവർ. അവർ ദൂതറിയിക്കുന്നവരെ, പ്രവാചകന്മാരെ, ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്നവരെ അവർ പരിഹസിച്ചു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായം 7 വാക്യം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാവ് ഈ വാക്കുകളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു. എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും യിരെമ്യാവ് പ്രസ്താവിച്ച് തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു. നീ മരിക്കേണ്ട നിശ്ചയം. ഈ ആലയം ശീലോവിന് തുല്യമാകും, ഈ നഗരം നിവാസികളില്ലാതെ ശൂന്യമാകുമെന്ന് നീ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനമൊക്കെ പ്രവാചകൻ ദൈവത്തിൻ്റെ ദൂത് അറിയിച്ചു, സ്വർഗത്തിൻ്റെ ആലോചന ആ ജനത്തെ അറിയിച്ചു. എന്നാൽ ജനം, പുരോഹിതന്മാരും ജനവും ഇവിടെ ദൈവവേലക്കാരെന്ന് പറയുന്നവരുമെല്ലാം എന്താണ് ചെയ്തത്? യിരെമ്യാവ് ഈ വാക്കുകളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു. എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും യെരമ്യാവ് പ്രസ്താവിച്ച് തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ച് നീ മരിക്കണം നിശ്ചയം. അവനെ കൊല്ലാൻ നോക്കുകയാണ്. നീ മരിക്കണം. ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞവരെ പിടിച്ച്, പ്രവാചകനെ പിടിച്ച് ഇല്ലാതാക്കാൻ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പുരോഹിതന്മാരും ജനവും അവർ ദൈവദൂതന്മാരെ പരിഹസിച്ചു, ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചവരെ പരിഹസിച്ചു. 20 അധ്യായം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 20 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേലിൻ്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പുശ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു. യഹോവയുടെ ആലയത്തിന് അരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തിങ്കിലെ ആമത്തിലിട്ടു. പിറ്റേന്നാൾ പശ്ഹൂർ യിരെമ്യാവെ ആമത്തിൽ നിന്ന് വിട്ടപ്പോൾ യിരെമ്യാവ് അവനോട് പറഞ്ഞത്, യഹോവ നിനക്ക് പശ്ഹൂർ എന്നല്ല മാഗോർ മിസാബീബ് സർവത്ര ഭീതി എന്നത്രേ പേർ വിളിക്കുന്നത്. ഈ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 20-21 അധ്യായങ്ങളെല്ലാം, ഈ അധ്യായങ്ങളെല്ലാം നാം ഒന്ന് വായിച്ചു നോക്കണം. ആ കാലയളവിൽ ജീവിച്ചിരുന്ന യെരമ്യാവ് വിലാപത്തോടെ കരഞ്ഞ് വിലാപങ്ങളുടെ പുസ്തകമൊക്കെ എഴുതുന്നത് ആ സാഹചര്യമാണ്. ഈ ജനത്തോട് ദൈവത്തിന് എഴുന്നള്ളപ്പാട് അറിയിക്കുന്നു. ബാബിലോണി രാജാവായ നെബൂഖദ്നേസർ രാജാവ് വന്ന് യുദ്ധം ചെയ്ത് ഈ ജനത്തെ അടിമകളായി കൊണ്ടുപോകുന്നതിന് മുൻപ് കരഞ്ഞുകൊണ്ട് നടന്ന് പറഞ്ഞ പ്രവാചകൻ, കണ്ണുനീരിൻ്റെ പ്രവാചകൻ. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചതായ പ്രവാചകനെ അവര് പരിഹസിച്ചു, നിന്ദിച്ചു. പശ്ഹൂർ പുരോഹിതൻ പ്രവാചകനെ അടിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഏറെയേറെ വിവരിച്ച് നാം ചിന്തിക്കേണ്ടതായ കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരണത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതായ കാര്യങ്ങളേ ഉള്ളൂ.
ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്നവരെ നാം പരിഹസിക്കരുത്. ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്നവരെ നാം നിന്ദിക്കാനിടവരരുത്. ഒരിക്കൽ എലീശ പ്രവാചകനെ പരിഹസിച്ച ചില കുട്ടികൾക്ക് പറ്റിയത് നമുക്കറിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. മൊട്ടത്തലയാ കയറിവ, മൊട്ടത്തലയാ എന്ന് വിളിച്ച്, ചീത്തവാക്ക് വിളിച്ച്, പരിഹാസവാക്ക് വിളിച്ച പ്രവാചകനെ പരിഹസിച്ച കുട്ടികൾ. എന്താണ് സംഭവിച്ചത്? 2 പെൺകരടികൾ ഇറങ്ങി വന്ന് 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. നിസ്സാരമായി നാം കാണരുത്. ഒരുപക്ഷെ ഇന്നത്തെ ദൈവമക്കളെ പരിഹസിച്ചാൽ അവർ ശപിക്കില്ല. കാരണം അവരിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നവർക്ക് ശപിക്കാൻ പറ്റി കഴിയുകയില്ല. എന്നാൽ നാം നിസ്സാരമായി കാണരുത്. ദൈവദാസന്മാരെ പരിഹസിക്കുന്നത് നീക്കുപോക്കില്ലാത്ത ശിക്ഷയേൽക്കാൻ കാരണമായി തീരും. ദൈവവേലക്കാരെ നാം പരിഹസിക്കരുത്. ദൈവദാസന്മാരെ നാം നിന്ദിക്കാനിടവരരുത്. യഹൂദയുടെ 5-ാമത്തെ പാപം, അവർ ദൈവദൂതന്മാരെ പരിഹസിച്ചു. 6-ാമത്തെ പാപം 36-ാം അധ്യായം, ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം. അവർ ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. ദൈവാലയത്തെ അവർ അശുദ്ധമാക്കി. 16-ാം വാക്യം നമ്മിങ്ങനെ വായിക്കുന്നത്, അവർ ദൈവാലയത്തെ, അതിൻ്റെ 14-ാം വാക്യം, യഹോവ വിശുദ്ധീകരിച്ച അവൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. ദൈവാലയത്തെ അശുദ്ധമാക്കി. ദൈവത്തിൻ്റെ ആലയം അത് വിശുദ്ധമായിരിക്കണം. ദൈവാലയം എപ്പോഴും വിശുദ്ധമായിരിക്കണം. വിശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളത് ദൈവജനത്തിൻ്റെ കടമയാണ്. ആലയത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളത് ദൈവജനത്തിൻ്റെ കടമയാണ്. ഇതാണ് ഈ ദൈവാലയം എന്ന് പറയുന്നത്. ദൈവാലയം നാം പ്രാർത്ഥിക്കും, ശുദ്ധമുള്ള റൂഹ നിന്റെ ശുദ്ധിയുള്ള കുടിയിരിപ്പ് ഭവനമായി എന്നെ ചമയ്ക്കണമേ. നാമാണ് ദൈവത്തിൻ്റെ ആലയം. നിങ്ങൾ ദൈവത്തിന് മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. നാമാണ് ദൈവത്തിൻ്റെ ആലയം. നാമാണ് ദൈവത്തിന് മന്ദിരം. ഈ ആലയത്തെ വിശുദ്ധമായി സൂക്ഷിച്ചു കൊള്ളണം. ദൈവാലയം വിശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തോലന്മാരും മറ്റ് കല്ലുകളുമായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി ചേർത്ത് പണിയപ്പെടുന്ന ദൈവത്തിൻ്റെ ആലയമാണ് സഭ. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ കൂട്ടായ്മ ദൈവത്തിൻ്റെ ആലയമാണ്. വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മാലിന്യം കടക്കാൻ പാടില്ല. അശുദ്ധി സംഭവിക്കാൻ പാടില്ല. ദൈവാലയത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്നതിൽ നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. അവർ ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. എങ്ങനെയെല്ലാമാണ് ആ കാലത്ത് അവർ ദൈവാലയത്തെ അശുദ്ധമാക്കിയത്? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യെരമ്യാ 7, 9 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. നിങ്ങൾ മോഷ്ടിക്കുകയും
കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങളറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ദൈവാലയം, വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ദൈവത്തിൻ്റെ ആലയത്തെ അവർ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് തോന്നിയതുപോലെ നടന്നിട്ട് ദൈവാലയത്തിൽ നിന്ന് പാടും, നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവെ ഞാൻ നിർത്തരുത് എന്ന്. തോന്നിയ പോലെ നടക്കുക. എല്ലാ വഷളത്തരങ്ങളും ചെയ്യുന്നുണ്ട്. സ്തുതി എന്താണെന്ന് പോലും അറിയില്ല. എന്നാൽ ദൈവാലയത്തിൽ നിന്ന് പാടും, നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവെ ഞാൻ നിർത്തരുതേ. അന്ധകാരത്തിൽ, പാപത്തിൻ്റെ ഇരുട്ടിൽ, അന്ധകാരത്തിൽ കടന്നുകൊണ്ട് യാതൊരു ആത്മീയ വെളിവും ഉള്ളത്തിൽ കിട്ടാതെ പാടും, വെളിവ് നിറഞ്ഞോർ ഈശോ നിൻ വെളിവാൽ കാണുന്നു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കടന്നുകൊണ്ട് ദൈവമക്കളല്ലാതിരിക്കെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുന്നു. ദൈവമക്കളല്ല, ദുഷ്ടന്റെ മക്കളായിരിക്കെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുന്നു. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ഈ ഭൂമിയിലും ലോകത്തിലെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു സ്വർഗമുണ്ടെന്നുള്ളൊരു വിശ്വാസം പോലുമില്ല. ഇതൊക്കെ ഈ ഭൂമി തന്നെ തോന്നിയ പോലെ എല്ലാം നടന്ന് ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ലോകവും ലോകത്തുള്ളതും മാത്രമായി നിൽക്കെ ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാനായിരിക്കുന്നിടത്ത് എന്നുവെച്ചാൽ അനുഭവിക്കാത്ത കാര്യങ്ങൾ പറയുന്നു. ഞാൻ ചില മനസ്സിലാകാൻ പാടുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നാം അനുഭവിക്കാത്തത് പറയുമ്പോൾ ഞാൻ മാറിയെന്നുണ്ടല്ല പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്തത് പ്രസംഗിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഈ ആലയം കള്ളന്മാരുടെ ഗുഹയായി മാറുന്നു. ഇല്ലാത്തത് പറയുമ്പോൾ, കള്ളത്തരം പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഈ ആലയം കള്ളന്മാരുടെ ഗുഹയായി മാറരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു ദൈവാലയം പറഞ്ഞല്ലോ. ഇന്ന് സഭയാണ് ആലയം. വിശ്വാസികളായ നാം ഓരോരുത്തരുമാണ് ആലയം. ഈ ആലയം കള്ളന്മാരുടെ ഗുഹയായി മാറാനിട വരരുത്. ഈ ആലയത്തിലെ സ്തുതിയും സ്തോത്രവും ദൈവം പ്രസാദിക്കുന്നതായിരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ കാഴ്ച എനിക്കിഷ്ടമല്ല. അതിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. ദൈവം പറയുകയാണ്, നിങ്ങളുടെ കാഴ്ച എനിക്ക് ഇഷ്ടമല്ല എന്ന്. എല്ലാവരുടെയും കാണിക്ക ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാവരും ദൈവവേലയ്ക്ക് കൊടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് അറപ്പാണ്. ദൈവത്തിന്
വെറുപ്പാണ് എന്നാണ് നാം ഈ തിരുവചനത്തിൽ കാണുന്നത്. യെശയ്യാ 1-ാം അധ്യായം നാം വായിച്ചു നോക്കണം. നിങ്ങളുടെ ധൂപം എനിക്ക് വെറുപ്പാണ്. ചിലരൊക്കെ പറയും, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ധൂപം എനിക്ക് വെറുപ്പാണെന്ന്. പിന്നെ നിങ്ങൾ ഈ ധൂപക്കുറ്റി വീശുന്നത് തെറ്റല്ലേ എന്ന്. നമുക്ക് വെറുതെ എന്തെല്ലാമാണ് ആളുകളെ ഇങ്ങനെ പറഞ്ഞ് വശത്താക്കാൻ തക്കവണ്ണം. നമ്മൾ വചനം പഠിക്കണം. ധൂപം കാട്ടണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവം പറഞ്ഞു കൊടുത്തതാണ്, അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ അമാവാസികളും പെരുന്നാളുകളും ഉത്സവങ്ങളും എല്ലാം ദൈവജനത്തോട് ആദരിക്കണമെന്ന് ദൈവം നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങളാണ്. പഴയ നിയമപ്രമാണം, ന്യായപ്രമാണം അതുപോലെ തന്നെ നിലനിൽക്കുന്ന കാലയളവിലാണ് പ്രവാചകൻ ഈ വാക്കുകളെ പറയുന്നത്. ദൈവജനത്തിന് ആഘോഷിക്കുവാനായി 7 പെരുന്നാളുകളെ ദൈവം നൽകിയിരുന്നു. ആണ്ടിൽ 3 പ്രാവശ്യം ദൈവാലയത്തിൽ വന്ന് സകല ഇസ്രായേൽ ജനവും ഈ പെരുന്നാളുകളെല്ലാം ആചരിക്കണമെന്നുള്ളത് ദൈവകൽപ്പനയായിരുന്നു. ആ ദൈവകൽപ്പന അതുപോലെ തന്നെ നിലനിന്നിരുന്നതായ കാലയളവിലാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത്. പെരുന്നാളുകൾക്കല്ല കുഴപ്പം, ധൂപം കാട്ടുന്നതിലല്ല കുഴപ്പം, ധൂപം കാട്ടുന്നവന്റെ ജീവിതമാണ്. ദൈവം വേദനയോട് പറയുന്നുണ്ട്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ മക്കൾ അവർ എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും കാള തൻ്റെ ഉടയവനെയും അറിയുന്നു. എൻ്റെ ജനമെന്നെ അറിയുന്നില്ല, ഇസ്രായേലോ അത് ഗ്രഹിക്കുന്നില്ല. ആ ജനത്തിലേക്ക് നോക്കിയാലോ, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന മക്കൾ, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. നിറയെ മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. ആ ജനത്തിലേക്ക് നോക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നോക്കുന്നവനായ ദൈവം അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. നിറയെ മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രം. പാപത്തിൻ്റെ മാലിന്യം നിറഞ്ഞു കിടക്കുന്നു. മുഴുവൻ പാപം അനുഭവിക്കാൻ അവസരങ്ങൾ കൊടുത്തതാണ്. പ്രവാചകന്മാരിലൂടെ ദൈവം ഇടപെട്ടതാണ്. ദൈവമക്കളിലൂടെ ആലോചന ലഭിച്ചതാണ്. ഒന്ന് ഞെക്കിക്കഴുകാൻ മനസ്സ് വന്നില്ല. ആ വ്രണമൊന്ന് കഴുകി ശുദ്ധീകരണം പ്രാപിക്കാൻ മനസ്സ് വെച്ചില്ല. പാപമൊന്ന് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവയെ ഞെക്കിക്കഴുകാനോ എണ്ണ പുരട്ടി ശമിപ്പിക്കാനോ മനസ്സില്ലാതെ ഇന്ന് കളയാൻ പാപത്തെ ഉപേക്ഷിക്കുവാൻ അവസരങ്ങൾ കിട്ടുന്നതായ കാലങ്ങളാണ്. കഴുകാൻ തിഴക്തം നമ്മോട് ഇടപെടുന്നതായ കാലങ്ങളാണ്. നാം ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ, ദൈവാലോചന മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ദൈവോസനം തരുന്നതായ കാലങ്ങളാണ്. നാം പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. ഞെക്കിക്കഴുകാൻ മനസ്സില്ലാതെ മുന്നോട്ട് പോയാൽ ദൈവം തകർത്ത് കളയുമെന്ന് ഓർക്കണം. ഈ ദൈവാലയം ദൈവം നശിപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവ്, ബാബിലോനി രാജാവായ നെബൂഖദ്നേസർ രാജാവ് വന്ന് ദൈവാലയം പിടിച്ചു.
ദൈവാലയത്തിലെ പാത്രങ്ങളെല്ലാം കൊള്ളയായി കൊണ്ടുപോയി, ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇസ്രായേൽ ജനം ബാബിലോണിലേക്ക് അടിമകളായി പോകുവാനായിട്ടിടയായി. 70 വർഷം അവര് അടിമയായി കഴിഞ്ഞു. 70 വർഷം കഴിഞ്ഞ് ദൈവം അവരെ മടക്കി കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ദൈവജനം മടങ്ങി വന്ന് തകർന്നു കിടന്നതായ ദൈവാലയം പണിതു. എന്നാൽ ആ ദൈവാലയം അധികകാലം നിന്നില്ല, ദീർഘകാലം നിന്നില്ല. കുറേ വർഷങ്ങൾ, ചില നാളുകൾ കഴിഞ്ഞു. സിറിയൻ രാജാവായ എപ്പിഫാനസ് രാജാവ് വന്നു. സിറിയൻ രാജാവായ എപ്പിഫാനസ് രാജാവ് വന്ന് സെരുബാബേലിനാൽ പണിയപ്പെട്ടതായ ദൈവാലയം, ആ ദൈവാലയത്തിൽ പന്നികളെ കൊണ്ടുവന്നതിൻ്റെ വിശുദ്ധ സ്ഥലത്ത് പന്നികളെ ബലിയർപ്പിച്ച് പന്നിയുടെ രക്തം വീഴ്ത്തി ദൈവാലയത്തെ, വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി. എപ്പിഫാനസ് രാജാവിനാൽ ആ ദൈവാലയം നശിപ്പിക്കപ്പെട്ടു. വീണ്ടും ഹെരോദ രാജാവ് 46 വർഷം കൊണ്ട്, ഇതെല്ലാം മലാഖിക്കും മത്തായിയുടെ സുവിശേഷത്തിനും ഇടയിൽ നടക്കുന്നതായ കാര്യങ്ങളാണ്. ഹെരോദ രാജാവ് 46 വർഷം കൊണ്ട് എപ്പിഫാനസിനാൽ തകർക്കപ്പെട്ടതായ യെരുശലേം ദൈവാലയം പുതുക്കിപ്പണിതു. ആ ദൈവാലയത്തിലാണ് നമ്മുടെ കർത്താവ് പോയതും. ഒരു കയറെടുത്ത് ആ ദൈവാലയത്തെയാണ് കർത്താവ് ശുദ്ധീകരിച്ചതും. ആ ദൈവാലയത്തിലാണ് യേശു ശുശ്രൂഷ ചെയ്തതും. എന്ന് കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. അന്ന് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആ ദൈവാലയത്തെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ ആ ആലയം AD 70 തീത്തൂസ് കൈസറിനാൽ തകർക്കപ്പെട്ടു. റോമൻ ചക്രവർത്തിയായിരുന്ന ടൈറ്റസ് സീസർ, തീത്തൂസ് കൈസർ യെരുശലേം നിരോധിക്കുകയും യെരുശലേം വളയുകയും ചെയ്യുന്നു. ഓർക്കണം, അന്നാ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ഒടുവിലായി യേശു ദൈവാലയം വിട്ട് ഇറങ്ങുമ്പോൾ, അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ദൈവാലയം വിട്ട് ഇറങ്ങി, പിന്നെ അങ്ങോട്ട് പോയില്ല. അതിന് തൊട്ടു മുമ്പ് കർത്താവ് പറഞ്ഞു, ഈ ഹെരോദ രാജാവ് പുതുക്കി പണിതായ ദൈവാലയത്തിൻ്റെ പണി അതിമനോഹരമായിരുന്നു. അതിൻ്റെ കല്ലുകൾ, അതിൻ്റെ പണികൾ, അതിലേക്കെല്ലാം ചൂണ്ടി എത്ര മനോഹരമെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന കാലം വരുന്നു. തീത്തൂസ് കൈസർ യെരുശലേം യുദ്ധം ചെയ്ത് കീഴടക്കുമ്പോൾ ദൈവാലയം നശിപ്പിക്കാനൊന്നും രാജാവിന് പദ്ധതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു പടയാളി പന്തം കത്തിച്ച് ദൈവാലയത്തിലേക്ക് എറിഞ്ഞു. ദൈവാലയത്തിന് തീ പിടിച്ചു, ദൈവാലയം കത്തി. ദൈവാലയത്തിലെ ഉപകരണങ്ങളെല്ലാം കത്തി. ധാരാളം സ്വർണ്ണ നിക്ഷേപങ്ങൾ, സ്വർണം, ഈ സ്വർണമെല്ലാം, ദൈവാലയത്തിൽ പൊതിഞ്ഞിരുന്ന പൊന്ന് സ്വർണമെല്ലാം ഉരുകി, അത് ദൈവാലയത്തെ തറയിലേക്ക് ഉരുകി ഒഴുകി ഇറങ്ങി. ആ സ്വർണം എടുക്കുന്നതിന് വേണ്ടി വലിയ കലപ്പ ഉപയോഗിച്ച് അതിൻ്റെ കല്ലുകളുടെ ഇടയിലൂടെയും എല്ലാം ഈ സ്വർണം ഉരുകി ഇറങ്ങി. വലിയ കലപ്പ ഉപയോഗിച്ച് ആനകളെ പൂട്ടി ഉഴുത് അതിൻ്റെ കല്ലുകളുടെ ഇടയിലേക്കെല്ലാം ഇറങ്ങിയതായ ആ സ്വർണം എടുക്കുന്നതിന് വേണ്ടിയാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഓരോ കല്ലിൻ്റെ ഇടയിലേക്കും ഒലിച്ചിറങ്ങിയ സ്വർണം, ഉരുകിയിറങ്ങിയതായ സ്വർണം എടുക്കുവാൻ രാജാവ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യെരുശലേം ദൈവാലയം തകർത്തു. ഞാൻ ഇന്ന് ഈ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ദൈവാലയം തകർത്തു. ചില പാഠങ്ങൾ നമുക്ക് തരുന്നു. യഹൂദൻ നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരുന്നു. യെരുശലേം ദൈവാലയം നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരുന്നു. ദൈവത്തിൻ്റെ ആലയം നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരുന്നു. എന്താണ് മുന്നറിയിപ്പ്? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ, ആലയം വിശുദ്ധമായി സൂക്ഷിച്ചില്ല എങ്കിൽ, ഇസ്രായേലിന് സംഭവിച്ചത് നാം മറന്നു കളയരുത്. ദൈവാലയത്തിന് സംഭവിച്ചത് നാം മറന്നു കളയരുത്. അന്ന് AD 70 തകർക്കപ്പെട്ടതായ ദൈവാലയം ഇതുവരെയും പുതുക്കി പണയുവാൻ യഹൂദന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് പലസ്തീനിൽ നടക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ദൈവാലയമാണ്. കാരണം അവൻ്റെ ആലയം എവിടെയും പണിയാൻ കഴിയില്ല. യെബൂസിനായ ഓർന്നാനോട് ദാവീദ് വില കൊടുത്തു വാങ്ങിയ ആ കളത്തറയിൽ തന്നെ, യെബൂസിൻ്റെ കളത്തറയിൽ തന്നെ ദൈവാലയം പണിയണം. ആ സ്ഥലം ഇന്ന് യഹൂദൻ്റെ കൈവശമല്ല. അതാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. എന്നാൽ അവൻ അവിടെ ആലയം പണിയുന്ന ഒരു നാൾ വരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ അവിടെ ആലയം പണിയും. അതിനു മുമ്പ് ദൈവം കൂദാശ ചെയ്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിറഞ്ഞ ഇന്നത്തെ ദൈവാലയമായ സഭ ഈ ഭൂമിയിൽ നിന്നെടുക്കപ്പെട്ടിരിക്കും. നമ്മുടെ ജീവിതം വിശുദ്ധമായി നാം സൂക്ഷിച്ചില്ല എങ്കിൽ നാം കൈവിടപ്പെട്ടു പോകുമെന്നുള്ളതായ കാര്യം നാം മറന്നു കളയരുത്. ഇന്ന് ആ യെരുശലേം ദൈവാലയത്തിൻ്റെ ഭാഗത്ത് മതിലിൻ്റെ ഒരു ചെറിയ ഭാഗമുണ്ട്, വിലാപ മതിൽ. യഹൂദന്മാർ ആ മതിലിൽ ചെന്ന് അവർ തലയടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ദൈവം കണക്ക് ചോദിച്ചു. ദൈവം നമ്മെ അടിമകളായി വിൽക്കും. നാം അടിമകളായി പോകാൻ ഇടവരരുത്. ഇപ്പോൾ ജോൺ സാർ എഴുന്നേറ്റ് നമ്മുടെ ചില കാര്യങ്ങൾ പറയും. നമ്മുടെ ദൈവത്തിന് വചനം തരും. കർത്താവേ, ഞങ്ങളാരും കൊള്ളയായി പോകാതെ, ഞങ്ങളുടെ മക്കൾ കൊള്ളയായി പോകാതെ, ഞങ്ങളുടെ ജീവിതത്തെ തിരുത്തേണ്ടതുപോലെ തിരുത്തി, ക്രമീകരിക്കേണ്ടതുപോലെ ക്രമീകരിച്ച് ഈ ആലയത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ. കൂട്ടായ്മയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ തകർക്കപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കെട്ടുറപ്പ് ജീവിത വിശുദ്ധിയാണ്. നമ്മുടെ കെട്ടുറപ്പ് ജീവിത സാക്ഷ്യമാണ്. നാം വളരെ കരുതലോടെ മുന്നോട്ട് പോകുവാൻ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് താഴ്ന്നിരിക്കാം. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിമനോഹരമായ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ ഇത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമേ, എൻ്റെ കർത്താവേ നിർത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനകളാണ് കേട്ടുകൊണ്ടിരുന്നത്. സത്യമായി നാം അതിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കുന്നുണ്ടോ? നാം ഓരോരുത്തരും ജീവനുള്ള ദൈവം തന്നെ നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. എന്താണ് പറഞ്ഞതിൻ്റെ ആകത്തുക? ഇന്നത്തെ കാലഘട്ടത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തരികയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലേക്ക് നാം നോക്കിയാൽ, പല രംഗങ്ങളിലേക്ക് നോക്കിയാൽ, ഇങ്ങോട്ട് വരൂ, ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരൂ, ഇവിടെ അത്ഭുത രോഗശാന്തിയുണ്ട്, ഇവിടെ പാട്ടുണ്ട്, ഇവിടെ വലിയ മേളങ്ങളുണ്ട്, ഇവിടെ ഉന്തിച്ചാടിക്കലുണ്ട്, ഉരുട്ടിച്ചാടിക്കലുണ്ട്, തള്ളി വീഴിക്കലുണ്ട്, പല പല കൃപാവരങ്ങൾ വെറുതെ പകർന്നു കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട്. ആത്മാവിൻ്റെ പകർച്ചയാണെന്നാണ് പറയുന്നത്. എന്നാൽ വാസ്തവമായിട്ടും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വായിക്കാം. സമാധാനമില്ലാതിരിക്കെ, ഇന്ന് സമാധാനമില്ല ജനത്തിന്. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറഞ്ഞെന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. കർത്താവ് പറയുകയാണ്, സമാധാനമില്ലാതിരിക്കെ. എന്താണ് സാക്ഷാൽ സമാധാനം? ക്രിസ്തു തരുന്ന സമാധാനം, ദൈവത്തിൻ്റെ ആത്മാവുള്ളിൽ വസിക്കുമ്പോഴുള്ള സമാധാനം, ക്രിസ്തു നമ്മെ നയിക്കുമ്പോഴുള്ള സമാധാനം, യേശു ക്രിസ്തു മുഴുവനായി നമ്മെ നിയന്ത്രിക്കുമ്പോഴുള്ള സമാധാനം, എനിക്ക് സ്വന്തമായി ക്രിസ്തു ഉണ്ടെന്നുള്ള സമാധാനം, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള സമാധാനം, പാപത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞിരിക്കുന്നു.
ഇനി എനിക്ക് പാപത്തോട് യാതൊരു ഒരു കോംപ്രമൈസും ഇല്ല, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പാപം വരികയില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്ന സമാധാനം. എന്നാൽ ഇന്ന് പാപത്തെക്കുറിച്ച് പറയുന്ന രംഗങ്ങൾ വളരെ ചുരുക്കമാണ്, വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന രംഗങ്ങൾ ചുരുക്കമാണ്. പലതും പറഞ്ഞ് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്ന കാലം. ലഘുവായി ചികിത്സിക്കുന്നു. പാപത്തോട് ശക്തമായി പാപത്തിനെതിരെ പോരാടി നിൽക്കണമെന്ന് പറയുന്ന രംഗങ്ങൾ ചുരുക്കമാണ്. എന്നാൽ ഭാഗ്യവശാൽ നാം വന്നിരിക്കുന്ന രംഗം ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന രംഗമാണ്. ഇവിടെ അത്ഭുതങ്ങളൊന്നും വിളിച്ചു കാണിച്ച് ഉറക്കെ വിളിച്ച് പറയുന്നില്ല, എന്നാൽ അനേകം അത്ഭുതങ്ങൾ കർത്താവ് നടത്തുന്നു. എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നു, നമ്മളത് ആരും ഒന്നും ഇവിടുന്ന് ഉറക്കെ വിളിച്ച് പറയുന്നില്ല, ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, യാതൊരു അവകാശവാദവും പറയില്ല. ജീവനുള്ള ദൈവം നടത്തുന്ന രംഗമായി നമ്മുടെ ഈ കൂട്ടായ്മ കർത്താവ് തീർത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മെ നടത്തുന്നത്. ഞാൻ വാസ്തവമായും അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് തൻ്റെ ദാസന്റെ നാവിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്താണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരണം. ജീവിതത്തിൽ കറപാടില്ല, മ്ലേച്ഛത പാടില്ല. ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്. എന്താണ്? 1-ാം അധ്യായം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം എന്താണ് കർത്താവ് പറയുകയാണ്? ഓരോന്ന് ദൈവം കൃത്യമായി പറയുകയാണ്. ഈ ജനത്തെക്കുറിച്ച് പറയുകയാണ്. എന്ത്? ആകാശത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവം പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കൂ. നമ്മളെ പോറ്റി വളർത്തിയ ദൈവം, നമ്മെ പോറ്റി വളർത്തിയ ദൈവം ഇന്ന് വരെ നാം എങ്ങനെ എത്തിച്ചേർന്നു? നാം തിരിഞ്ഞു നോക്കാറുണ്ടോ? പഴയ പാതകളിലേക്ക് നാം നോക്കാറുണ്ടോ? നാം പഴയ വഴികളിലേക്ക് നോക്കാറുണ്ടോ? സമാധാനം എന്തെന്ന് നാം അറിഞ്ഞിരുന്നോ? നിങ്ങളൊന്ന് ഹൃദയാത്മന ചിന്തിച്ചു നോക്കൂ. ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. സമാധാനം എന്തെന്ന് അറിഞ്ഞിരുന്ന മനുഷ്യനായിരുന്നില്ല ഞാൻ. നിങ്ങൾ നോക്കൂ, സമാധാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നോ? മദ്യപാനം മൂലം തകർന്നതായ കുടുംബം, അരുതാത്ത ജീവിതം മൂലം എല്ലാം നശിച്ചതായ കുടുംബം, എത്രയെത്ര കുടുംബങ്ങൾ നശിച്ച കുടുംബങ്ങളായിരുന്നു. എന്നാൽ ജീവനുള്ള ദൈവം നമ്മെ യുഗങ്ങൾക്ക് മുമ്പ് കണ്ടു. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, എൻ്റെ അപ്പൻ എന്നെ കണ്ടു, സ്വർഗത്തിലെ അപ്പൻ എന്നെ കണ്ടു. എൻ്റെ കാര്യം എൻ്റെ കർത്താവ് നോക്കാൻ പരിപാടിയിട്ടു. എന്നെ പടിപടിയായി കർത്താവ് നടത്തിക്കൊണ്ട് വന്നു. എന്നെ ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നു. എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് മാർഗം ഉണ്ടായിരുന്നോ? ചിന്തിച്ചു നോക്കൂ. ഇന്ന് നാം വയറ് നിറച്ച് 3 നേരവും ഭക്ഷണം കഴിക്കുന്നില്ലേ? ഒരു തുണി ഉടുത്തിട്ട് വേറെ തുണി മാറിയിടാനുണ്ടായിരുന്നോ? എന്നാൽ ദൈവം തന്നില്ലേ? ഒരു വാഹനം ഉണ്ടായിരുന്നോ? ദൈവം തന്നില്ലേ? ജോലി ഉണ്ടായിരുന്നോ? ദൈവം തന്നില്ലേ? ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടി നിന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം എല്ലാം സമൃദ്ധിയായി തന്നില്ലേ? എന്നാൽ നാം ഒരിക്കലും മറക്കരുത്, ആകാശത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവം പറയണ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. എങ്കിലും അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. ഇന്നും ദൈവത്തോട് മത്സരിക്കുന്ന സ്വഭാവം. എന്താണ് ദൈവത്തോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ? പാപം ജീവിതത്തിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു സെക്കൻഡ് പോലും പോകാനിട വരരുത്. പുറമേയുള്ള പാപം മാത്രമല്ല, ഉള്ളു മാറണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നത് എളിമയോടെയാണ് പറയുന്നത്, മുഴുവൻ മാറിയതുകൊണ്ട് പറയുന്നതല്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്ന ഒരു ദൈവം ഒരു ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഭൂമിയിൽ ആരെയും നോക്കാതെ ജീവനുള്ള ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട്, ക്രൂശിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, രക്തത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ആ പുണ്യപുരുഷനെ മാത്രം കണ്ടുകൊണ്ട്, ആ കുരിശിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ നാഥൻ പോയ പാതയിലൂടെ എനിക്ക് പോകണമെന്നുള്ള ചിന്ത എത്ര പേർക്കുണ്ട്? പുറമേ മനുഷ്യർ ആരെയും കാണിക്കാനല്ല, എന്നാൽ എല്ലാം കാണുന്ന ഒരു ദൈവം. എനിക്ക് ഹൃദയം മാറിയേ പറ്റൂ എന്നുള്ള നിർബന്ധം ആർക്കെല്ലാം ഉണ്ട്. ദൈവം പറയുകയാണ്, നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അല്ലേ, പോറ്റി വളർത്തിയില്ലേ? എന്തിനെങ്കിലും കുറവ് വന്നോ? ഒന്നിനും ദൈവം കുറവ് വരുത്തിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ജീവിതത്തിലേക്ക് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കുറവ് വന്നോ? നിങ്ങളുടെ മക്കളുടെ ഏതെങ്കിലും കാര്യത്തിന് കുറവ് വന്നോ? വിദ്യാഭ്യാസത്തിന് കുറവ് വന്നോ? നിങ്ങളുടെ മക്കൾക്ക് രോഗം വന്നപ്പോൾ കർത്താവിൻ്റെ കരം നീട്ടിയില്ലേ? നിങ്ങളുടെ മക്കളെ അത്യാഹിതം വന്നപ്പോൾ കർത്താവ് നിങ്ങളെ കോരിയെടുത്ത് താങ്ങി നിങ്ങളെ നടത്തിയില്ലേ? അത്യാഹിതം വന്നു, ദൂതൻ വന്ന്
ദൂതന്മാർ വന്ന് വലിയ, ഞാൻ ഓർക്കുന്നുണ്ട് എത്രയോ പേരുടെ കാര്യം. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് എന്താ വരുന്ന പ്രിയപ്പെട്ട ദയാലിൻ്റെ കാര്യം. 2020 ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് നിങ്ങൾക്കറിയാമില്ല, അറിയാൻ പാടില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ല. ഒരിക്കൽ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വീട്ടിൽ നിന്ന് അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. 2020 അന്ന് കൂട്ടായ്മയിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഈ റോട്ടിൽ വെച്ച് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് നേരെ മുകളിലേക്ക് പൊങ്ങി, ഒട്ടും അതിശയോക്തി പറയല്ലോ, നേരെ താഴേക്ക് വന്ന് അങ്ങനെ തന്നെ ഇരിക്ക കുത്താൽ വന്ന് വീണു. ഒരു പോറൽ പോലും വരാതെ ദൈവം കാത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട മിനിയും ഫിലിപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നവരുടെ മുഖം പ്രശോഭിതമാണ്. ശരിയാണ്, വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ചിന്തിക്കാം എന്തുകൊണ്ട് കർത്താവിൻ്റെ ദൂതൻ വന്ന് അന്ന് പാളയമിറക്കി രക്ഷിച്ചില്ല എന്ന്. അങ്ങനെ ചിന്തിക്കാൻ ദൈവമക്കളായി നമ്മൾക്ക് അവകാശമില്ല. എന്നാൽ ഇന്നവർക്ക് ആരാണ് സമാധാനം കൊടുത്തത്? മാനസിക രോഗിയായി പോകില്ലായിരുന്നോ പ്രിയപ്പെട്ട ഫിലിപ്പ്? ഇല്ലേ, മിനി അങ്ങനെ ആയി പോകില്ലായിരുന്നു. ആരാണ് സമാധാനം കൊടുത്തത്? സമാധാനം തരുന്നൊരു ദൈവം, സമാധാന പ്രഭുവായ ക്രിസ്തു, ആ യേശു നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞത്. മക്കളെ പോറ്റി വളർത്തുമ്പോൾ നമ്മളെ പോറ്റി വളർത്തി. എന്നാൽ ഇന്ന് നാം മത്സരിക്കുന്നവരാണ്. എന്താണ് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരായി യുദ്ധം ചെയ്യുക എന്നല്ല. ഞാൻ പിശാചിന് ഇടം കൊടുക്കുമ്പോൾ, ഞാൻ പൈശാചികനായി സാത്താന്റെ തന്ത്രങ്ങൾക്ക് ഞാൻ ഇടം കൊടുക്കുമ്പോൾ, പാപത്തിന് ഞാൻ ഇടം കൊടുക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് മത്സരിക്കുകയാണ്. ദൈവം വേദനയോടെ നമ്മെ നോക്കി നിൽക്കും. ദൈവം ആരെയും പിടിച്ച് ബലാത്കാരമാണ് മാറ്റി നിർത്തുകയില്ല. നാം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല, പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല പിശാചിന്. എന്നാൽ നാം ഇറങ്ങിപ്പോയാൽ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും തടയുകയില്ല. വിശുദ്ധിയോടെ ജീവിക്കണം നാം. ഒരു കാരണവശാലും കറ പറ്റരുത്, ഒരു കാരണവശാലും പാപം വരരുത്. പാപം പൈശാചികമാണ്. ദുഷ്ടനായ പിശാച് നമ്മെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഏതു വിധേനയും പാപത്തിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കുന്ന ഒരു വലിയ പൈശാചിക ശക്തി, ഒരു പൈശാചിക വ്യാപാരം ഇന്ന് ഈ ഭൂമിയിൽ അങ്ങനെ ഊടാടിക്കൊണ്ട് പിശാച് നടക്കുകയാണ്. ഈ ഒരു സത്യം നാം തിരിച്ചറിഞ്ഞാൽ നാം എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കും. എപ്പോഴും ജാഗ്രത. ഒരു കാര്യത്തിൽ പോലും ജാഗ്രത ഇല്ലാതിരിക്കുകയില്ല. ഒരു വാക്ക് പറയുമ്പോൾ ജാഗ്രത, ഭയമാണ്. ഒരു വാക്ക് പറയുമ്പോൾ കർത്താവെ എവിടുന്ന് ദുഃഖിക്കരുത്. ഒരു ചിന്തയിലേക്കൊരു കാര്യം വരുമ്പോൾ, ഞാനിത് ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, ഒരു ചിന്ത വരാൻ തുടങ്ങുമ്പോഴേക്കും തോട്ട് റീപ്പ് ആൻ ആക്ഷൻ. ഒരു ചിന്ത വിതച്ചാൽ എന്ത് ചെയ്യും? അത് പ്രവൃത്തിയായിട്ട് കൊയ്യും. ഒരിക്കലൊരു ചിന്തക്കിടം കൊടുക്കരുത്. പൂർണ്ണ വിശുദ്ധരായി ജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ തിരുവചനം പറയുന്നത്. അങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ? ഞാനങ്ങ് ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? നാം വിശുദ്ധിയെ തികച്ചേ പറ്റുള്ളൂ. ഈ കർത്താവിൻ്റെ ഞാൻ വിശുദ്ധനായിരിക്കിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പനെന്ന് കോംപ്രമൈസ് ഇല്ല. വിശുദ്ധരായി തീർന്നേ പറ്റുള്ളൂ. കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പോകാൻ പറ്റില്ല. മാത്രമല്ല, ഈ കൂട്ടായ്മയിൽ വേല ചെയ്യാനും പറ്റില്ല. ഓർത്തോളണം, ഭയത്തോടും വിറയലോടും കൂടി വേണം കർത്താവിൻ്റെ വേല ചെയ്യാൻ. അധികം പേര് ചേർന്ന് വരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വരുന്നൊരു വിശുദ്ധിയോടെ വേണം നിൽക്കാൻ, വിശുദ്ധിയോടെ വേണം ജീവിപ്പാൻ. അധികം സ്ഥലങ്ങളിൽ കേൾക്കാനില്ലാത്ത കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ നോക്കി ദുഃഖിക്കുകയാണോ? ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി. ഓരോരുത്തരെയും കാര്യം ഓർത്തു നോക്കൂ. ഏതെല്ലാം ഊരാക്കുടുക്കുകൾ പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഊരാക്കുടുക്കുകളിൽപ്പെട്ടവരെ അഴിച്ചതായ ദൈവം, എത്ര കെടുതിയിൽ വന്നതായ ആളുകളെ രക്ഷിച്ചത്. നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഫ്രണ്ട്സ് ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതാണോ? അല്ല. നബിച്ചേട്ടൻ ഇതുകൊണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ജീവിച്ചിരിക്കേണ്ടതായിരുന്നോ? അല്ല. നിങ്ങൾ ഓരോരുത്തരും നോക്കൂ, ഏതെല്ലാം അപകടങ്ങൾ വന്നു, ഏതെല്ലാം അത്യാഹിതങ്ങൾ വന്നു, ഏതെല്ലാം ആക്സിഡൻറ്റ് വന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് വന്ന എത്രയോ ആക്സിഡൻ്റ് ഉണ്ട്. ഒരിക്കൽ ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് പോരുകയാണ്. അവിടെ വൈഫ് ഹൗസ്, അവിടെ അന്ന് അവിടെ ഏഴക്കനാട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ഫോൺ എടുക്കാനായിട്ട് താഴത്തേക്ക് നോക്കുകയാണ്. ഒരു മില്ലിമീറ്റർ വ്യത്യാസത്തിന് ഒരു പോസ്റ്റ് വന്ന് ഇടിച്ച് തകർന്ന് താഴേക്ക് വീഴേണ്ടതായിരുന്നു. 1 മില്ലിമീറ്റർ വ്യത്യാസത്തിന് കർത്താവിനെ കാത്തു. എന്താണ് പറഞ്ഞത്? പോറ്റി വളർത്തുന്ന ദൈവം നമ്മെ പോറ്റി വളർത്തിക്കൊണ്ടാണ് ഇതുവരെ കൊണ്ടുവന്നത്. ഈ സത്യം നാം മറന്നു പോകരുത്. അങ്ങനെ പോറ്റി വളർത്തിയെങ്കിൽ നാം എത്ര ജാഗ്രതയോടെ ജീവിക്കണം. അങ്ങനെ ജാഗ്രതയോടെയാണോ നാം ജീവിക്കുന്നത്? ഓരോരുത്തരും അങ്ങനെ ജാഗ്രതയോടെയാണോ ജീവിക്കുന്നത്? സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണം, മറ്റൊരാളുടെ ജീവിതം നോക്കണ്ട. എൻ്റെ ജീവിതം അങ്ങനെ ജാഗ്രതയോടെയാണോ ഞാൻ ജീവിക്കുന്നത്? ഒരു കാരണവശാലും കർത്താവ് ദുഃഖിക്കരുതെന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടോ?
ഇല്ലെങ്കിൽ നാം പട്ടുപോകും. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയില്ല. 15 വാക്യം ഒന്ന് വായിക്കൂ. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം. ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ജീവിതത്തിൽ അശുദ്ധ ചിന്ത വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ജീവിതത്തിൽ മലിന വികാരം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ജീവിതത്തിൽ ഗൂഢ ഉദ്ദേശം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ജീവിതത്തിൽ ദ്രവ്യാഗ്രഹം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് ഏത് വിധേനയും എങ്ങനെയും കൊടുത്തു തീർത്താൽ മതി. ഒരു കാര്യത്തിൽ പോലും കർത്താവേ ഒരിക്കലും ഒരു പൈസ പോലും എനിക്ക് എങ്ങനെയെങ്കിലും ഉണ്ടായാലും അത് ഞാൻ കൊടുത്തു തീർക്കും എന്നുള്ള ചിന്തയില്ലെങ്കിൽ എല്ലാം നാശത്തിലേക്ക് ചെന്ന് ഭവിക്കുമെന്ന് അറിഞ്ഞുള്ളൂ. ഞാൻ ആരെയും മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ, ഒരിക്കലുമല്ല. ഇതെല്ലാം ഓരോന്നിലും നാം ക്രമീകരണം വരുത്തിയേ പറ്റുള്ളൂ. എന്നാൽ എന്താണ് പറഞ്ഞത് ദൈവത്തിന്റെ തിരുവചനം? എന്താണ് പറഞ്ഞത്? ഇതൊന്നും നിങ്ങൾ കൈമലർത്തുമ്പോൾ കേൾക്കണം, നമ്മോടാണ് പറയുന്നത്. നിങ്ങൾ കൈമലർത്തി പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, കർത്താവേ എൻ്റെ മകന്റെ കാര്യം ഒന്ന് നോക്കണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു പറഞ്ഞത്? ദൈവം കണ്ണ് മറച്ചു കളയും. മുഖം മറച്ചു കളയും, കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തിരുത്താനുള്ള തീരുമാനം, എന്നേക്കുമായി പാപത്തോട് യാത്ര പറയാനുള്ള തീരുമാനം, പൂർണ്ണ വിശുദ്ധരായി തീരുവാനുള്ള തീരുമാനം, അത് വന്നേ പറ്റൂ. വേറെ എളുപ്പ വഴിയില്ല, കുറുക്ക് വഴിയില്ല ക്രിസ്തീയ ജീവിതത്തിന്. ഇവിടെ അത് മാത്രമേ നാം പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? നമുക്ക് സമാധാനം ഇല്ലാതിരിക്കുക. സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്ന രംഗമുണ്ട്. എന്നാൽ എന്ത് വേണം? 16 വാക്യം, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഏതാണ് പഴയ വഴി? ഏതാണ് പഴയ പാത? പഴയ പാത എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അല്ല, പഴയ നിയമകാലത്ത് വിശുദ്ധന്മാര്, അപ്പോസ്തലനായ പത്രോസ്, അപ്പോസ്തലനായ പൗലോസ്, കർത്താവിന്റെ ശിഷ്യന്മാർ ജീവിച്ചതുപോലെ വിശുദ്ധരായി തീരണമെന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. വിശുദ്ധരായി തീർന്നേ പറ്റൂ, ശുദ്ധിമതിയായി തീർന്നേ പറ്റൂ. അതിന് വല്ല പരിപാടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി പ്രസാദിക്കും, ഇല്ലെങ്കിൽ നമ്മെ നോക്കി ദൈവം കരയും. നമ്മൾ മത്സരികളെ എന്ന് വിളിക്കും. ഇപ്പോൾ നമുക്ക് തലകളെ വണക്കാം, ഇപ്പോൾ തീരുമാനം എടുക്കാം. ഇന്ന് മുതൽ ഞാൻ കർത്താവെ എന്നെ വിശുദ്ധിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഞാൻ പൂർണ്ണ വിശുദ്ധനായി, ഒരു പൂർണ്ണ ശുദ്ധിമതിയായി ഞാൻ ജീവിക്കും. അങ്ങനെ ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? കർത്താവ് അവരോട് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ജീവനുള്ള ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എന്തിനാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്? എന്തിനാണ് കർത്താവ് ഇതെല്ലാം നമുക്ക് ഓർമ്മ തരുന്നത്? എന്തിനാണ് വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെ നിന്ദിക്കരുതെന്ന് പറയുന്നത്? എന്തിനാണ് നമുക്ക് മുന്നറിയിപ്പ് വരുന്നത്? എലീശാ പ്രവാചകൻ നിന്ദിച്ച കുട്ടികളെ കരടി കീറിക്കളഞ്ഞെന്ന് പറഞ്ഞത് എന്താണ്? ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ ഒരിക്കലും നിന്ദിക്കരുത്. ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കണം, ഇതനുസരിച്ച് ജീവിച്ചേ പറ്റുള്ളൂ എന്ന്. കർത്താവേ, ഇതാ ഞങ്ങൾ തിരുമുമ്പാകെ വരുന്നു, ഒന്നുമില്ലാത്തവരായി വരുന്നു, ഒന്നും പറഞ്ഞുകൊണ്ട് തിരുമുമ്പിൽ വരാനില്ല. പാപിനിയായ സ്ത്രീ വന്നതുപോലെ ഞങ്ങൾ വരികയാണ്. ഞങ്ങൾക്ക് ആകെ ഇരുതുള്ളി കണ്ണുനീര് മാത്രമേ ഉള്ളൂ, ഒന്നും കൊണ്ടുവരാനില്ല. കർത്താവെ, പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ വന്നു. കർത്താവെ, പരീശൻ വന്നതുപോലെ അല്ല, ഞങ്ങൾക്കൊന്നും പറഞ്ഞുകൊണ്ട് വരാനില്ല. ഇതുവരെ ശരിയായിട്ട് നിന്നുവെന്ന് പാപിയായ അടിയന് പറയാനില്ല. കർത്താവെ, ഒരിക്കലും പറയാനില്ല. കർത്താവെ, അടിയൻ ദൈവമക്കളോട് പറയുന്നുവെങ്കിലും ഉപദേശിക്കുന്നുവെങ്കിലും ഒരിക്കലും തികഞ്ഞവനായി നിന്നുകൊണ്ടല്ല. എൻ്റെ കർത്താവെ, അവിടുന്ന് ഹൃദയം അറിയുന്നുവല്ലോ. എന്നാൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നുവല്ലോ. ഞങ്ങളൊരു നല്ല പ്രവൃത്തി അവിടുന്ന് ആരംഭിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളെ അവിടുത്തെ നാളോളം തികപ്പാൻ അവിടുന്ന് ശക്തനാണല്ലോ. കർത്താവെ, ഞങ്ങളിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം, ആ പ്രവൃത്തി ആരംഭിച്ച ദൈവം പൂർത്തീകരിക്കുവാൻ ആകാംക്ഷയോടെ, അത്യുത്സാഹത്തോടെ നമ്മുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പിന്നെയും നമുക്ക് മുന്നറിയിപ്പുകൾ തരുന്നത്. അതുകൊണ്ട് നമുക്ക് പാപത്തോട് യാത്ര പറയാം, പാപജീവത്തോട് യാത്ര പറയാം, പിശാചിനോട് യാത്ര പറയാം, പാപത്തിന്റെ ലാഞ്ചനങ്ങളോട് യാത്ര പറയാം, പാപത്തിന്റെ പ്രലോഭനങ്ങളോട് യാത്ര പറയാം. കർത്താവേ, ഇതാ ഞങ്ങൾ വരുന്നു. എൻ്റെ നാഥ, ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണ്. കർത്താവേ, ഇന്ന് മുതൽ ഞങ്ങൾ പുതിയ സൃഷ്ടികളായിരിക്കും. പഴയ ജീവിതത്തിലേക്ക് ഇനി ഞങ്ങൾ ഇല്ല. കർത്താവേ, പഴയ പാപത്തിന്റെ പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. ഒരു ചിന്തയ്ക്ക് പോലും ഞങ്ങൾ ഇടം കൊടുക്കുകയില്ല. കർത്താവേ, ഒരു വാക്കിൽ ഞങ്ങൾ പാപം വരാതെ ഞങ്ങൾ സൂക്ഷിക്കും. കർത്താവേ, ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നത് പോലെ കർത്താവേ ഞങ്ങൾ സൂക്ഷിക്കും. എന്നാൽ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ. കർത്താവേ, ഞങ്ങൾക്കിതൊക്കെ പറയാനില്ലേ കഴിയൂ? അവിടുന്ന് ഞങ്ങളുടെ മേൽ തീ മതിൽ സംരക്ഷണം തരണമേ. തീ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളെ എല്ലാവരെയും കർത്താവേ തീ കൊണ്ട് അവിടുന്ന് പൊതി
പൊതിഞ്ഞു ചുറ്റി നിൽക്കണമേ കർത്താവെ. ഞങ്ങളുടെ വേലി ഒരിക്കലും പൊളിഞ്ഞു പോകാൻ ഇടവരല്ലേ. ചെറുകുറുക്കന്മാർ ഞങ്ങളുടെ ഇടയിലേക്ക് ഇരച്ചു കയറി വരാൻ ഇടവരല്ലേ. ചെറിയ ചെറിയ പാപങ്ങൾ പോലും ചെറുതായിട്ട് കണ്ട് കർത്താവെ ഞങ്ങളുടെ വേലി പൊളിഞ്ഞു പോകാൻ, കർത്താവെ വേലി അവിടെ ഇവിടെയെല്ലാം കല്ലുകൾ മാറിപ്പോകാൻ, കർത്താവെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ദുഷ്ടനായി പിശാച് കയറി വരാൻ ഇടവരല്ലേ. ഞങ്ങൾ ഇവിടുത്തെ തിരുരക്തക്കോട്ടയിൽ സൂക്ഷിക്കണമേ കർത്താവെ. ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ വ്യക്തമായി തീരുമാനമെടുക്കുകയാണ്. ഞങ്ങൾ ഇന്ന് വരെ, ഈ സമയം വരെ, ഈ 12-ാം തീയതി ഈ സമയം വരെ ഞങ്ങൾ എങ്ങനെയായിരുന്നു, അല്ല ഞങ്ങൾ ഈ മിനിറ്റ് വരെ ഞങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ ഞങ്ങൾ ആയിരിക്കില്ല കർത്താവെ. ഇന്നു മുതൽ ഞങ്ങൾ പുതിയ സൃഷ്ടികളായിരിക്കും. ഇന്നു മുതൽ ഞങ്ങൾ പുതിയ ജീവിതത്തിന് ഉടമകളായിരിക്കും. ഇന്നു മുതൽ ഞങ്ങൾ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർക്കും. അങ്ങനെ ആരെല്ലാം തീരുമാനമെടുക്കുന്നുണ്ട് കർത്താവെ, അങ്ങനെ തീരുമാനമെടുക്കുന്നവരുടെ മേൽ അവിടുത്തെ കരമൊന്ന് തൊടുവിക്കണമേ. ആ മുറിഞ്ഞ കരമൊന്ന് തൊടുവിക്കണമേ. ആണിപ്പാടുള്ള കരമൊന്ന് വെക്കണമേ. തിരുരക്തംബരുടെ കരവുമായിട്ട് ഇന്നും കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിട്ടുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ അടുത്ത് വരാൻ ഞങ്ങൾ എന്ത് യോഗ്യർ, ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ലല്ലോ ഞങ്ങൾ അറിയുന്നു കർത്താവെ. ആ കരം ഇപ്പോൾ അങ്ങനെ തീരുമാനമെടുക്കുന്നവരുടെ മേൽ ആ പരിശുദ്ധ കരം, ആണിപ്പാടുള്ള കരം, തിരുരക്തം ഒഴുകുന്ന കരം, ആ പച്ച രക്തം ഒഴുകുന്ന കരം ഇപ്പോൾ തൊടുവിക്കണമേ. അവിടുത്തെ അത്ഭുതകരം തൊടുവിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുന്ന് ഞങ്ങളുടെ മേൽ ആത്മാവിനെ പകരണമേ. അവിടുന്ന് കഴികൾ നടക്കട്ടെ കർത്താവേ. അവിടുന്ന് ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതണമേ. ഞങ്ങളുടെ സ്മരണയുടെ പുസ്തകത്തിൽ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അപ്പ, അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നിയതിനായി സ്തുതി. തീരുമാനമെടുക്കുന്നവരുടെ മേൽ അവിടുത്തെ അത്ഭുതകരം വെച്ചതിനായി സ്തുതി. സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തുതി കർത്താവേ. അവിടുന്ന് ഞങ്ങളെ നിലനിർത്തണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമനാഥനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.